കാൽവിൻ പെർഫ്യൂംസിൻ്റെ 29ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഓംബ്രി ലെതറായിരുന്നു. ചൂടുകാലത്ത് അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പരിചയപ്പെടുത്തിയത്. എനിക്കാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അതൊരു സമ്മർ പെർഫ്യൂം അല്ല എന്നും പറഞ്ഞ്. സത്യമാണ് കേട്ടോ, അതൊരു സമ്മർ പെർഫ്യൂം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബേസിക്കലി സമ്മർ പെർഫ്യൂം എന്താണെന്ന് നമ്മളൊന്ന് റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓറഞ്ചിൻ്റെ, ചെറുനാരങ്ങിൻ്റെ, ബർഗമോട്ട്, ഒരു മറൈൻ നോട്ട്സിലൊക്കെ വരുന്ന അതിൻ്റെ ഒരു കോമ്പിനേഷനുള്ള പെർഫ്യൂംസാണ് ഈ സമ്മർ പെർഫ്യൂമായിട്ട് ജനറലി കാറ്റഗറൈസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്മർ പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ കൊടും ചൂടല്ല ഈ സമ്മർ എന്ന് അവരുദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന സമ്മർ എന്ന് പറയുന്നത് യൂറോപ്യൻ സമ്മറാണ് അവരുദ്ദേശിക്കുന്നത്. ആ ചെറുനാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയൊക്കെ കോമ്പിനേഷനുള്ള ഒരു പെർഫ്യൂം അടിച്ചിട്ട് നമ്മുടെ ഈ ചൂടത്തേക്ക് ഇറങ്ങിയാൽ 1 മണിക്കൂർ പോയിട്ട് അരമണിക്കൂർ പോലും ആ പെർഫ്യൂംസിൻ്റെ ലാസ്റ്റിങ് കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പം ഞാനതിനെ കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള പെർഫ്യൂംസാണ് ഞാനിപ്പോൾ അതിനെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു പ്രൈം മോട്ടോ എന്ന് പറയുന്നത് ലോഞ്ചിവിറ്റി മാത്രമാണ്. മണത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പെർഫ്യൂംസ് ഓരോ വിവിധ ബ്രാൻഡുകാർ ഇറക്കുന്നുണ്ട്. എല്ലാവരും വർഷങ്ങളോളം അതിനെ പഠിച്ചിട്ട് ഒരു നല്ല ഫ്രാഗ്രൻസ് ആണ് എന്ന് അവർക്ക് മനസ്സിലായി, അവർക്കത് റിസർച്ച് ചെയ്തിട്ടാണല്ലോ അവർ ഇറക്കുന്നത്. പക്ഷെ അത് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാ പെർഫ്യൂംസും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതെല്ലാം 1 to 1 ആണ്, ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പെർഫ്യൂമിന് ഒരു ഒറ്റ ഇതേ ഉള്ളൂ, ഈ ഒരു സീരീസിൽ പറയുന്നതിൽ ഒറ്റ ഇതേ ഉള്ളൂ, അതിൻ്റെ ലോഞ്ചിവിറ്റി. അതിൻ്റെ ആസ്വാദനം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുള്ളൂ. എൻ്റെ ഷോപ്പിലേക്ക് വരുന്ന ഏത് കസ്റ്റമറാണ്, ഒരു 95% കസ്റ്റമർ, ഞാൻ അത്രയും പറയുന്നത്, 95% കസ്റ്റമറുടെയും ഫസ്റ്റ് ചോദ്യം ലോഞ്ചിവിറ്റിയാണ്. എത്ര മണിക്കൂർ നിൽക്കുന്നതാണ് അവരുടെ ഒരു തോട്ടിൽ. ഏറ്റവും നല്ല പെർഫ്യൂം എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് കൂടുതലുള്ള പെർഫ്യൂമാണ് നല്ല പെർഫ്യൂം. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനതിന് കുറ്റം പറയുന്നതല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, വിചാരങ്ങളല്ലേ ഉള്ളത്. സോ ആ ഒരു തിങ്കിങ്ങിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പെർഫ്യൂംസിനെ പരിചയപ്പെടുത്തിയത്. ഓംബ്രി ലെതർ എന്നുള്ള പെർഫ്യൂമിനെ ഈ സമയത്ത് എന്നുള്ള പരിചയപ്പെടുത്തിയത് കേട്ടോ. ഇപ്പം അതിൽ തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ആക്ച്വലി വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ 2 പ്രൈവറ്റ് ബ്ലെൻഡാണ്. ഞങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത 2 പ്രൈവറ്റ് ബ്ലെൻഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ലാസ്റ്റിങ് നല്ലോണം ലാസ്റ്റ് ചെയ്തോളും. അതിൽ ഒന്നാമത്തെ പ്രൈവറ്റ് ബ്ലെൻഡ് എന്ന് പറയുന്നത് ലത്താഫയുടെ അമീർ അൽ ഊദ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും സുപരിചിതമായ ഒരു പെർഫ്യൂമാണ്. ഊദ്, ജാസ്മിൻ ഉണ്ട് അതിൻ്റെ അകത്ത്, ഊതുണ്ട് അതിൻ്റെ അകത്ത്, വാനില ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു സ്വീറ്റ് അറബിക് ടച്ചുള്ള ഒരു ഊദ് പെർഫ്യൂം, ലത്താഫയുടെ അമീർ അൽ ഊദ്. അതിൽ നിന്നും ഒരു ഇൻസ്പിറേഷനിൽ കൊണ്ടിട്ട് ഞങ്ങൾ അതിനെ കുറച്ച് മാറ്റം വരുത്തിയിട്ട്, അതിൽ കുറച്ചും കൂടിയൊക്കെ വാനില സ്വീറ്റ്നെസ് കുറച്ചും കൂടി കൂട്ടിയിട്ട്, ഊതിൻ്റെ ഇതും വാനിലയും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട്, മീൻസ് ഞങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റിലുള്ള രീതിയിൽ അത് ചെയ്തെടുത്തേക്കുന്ന ഒരു പെർഫ്യൂമാണ് പ്രൈവറ്റ് ബ്ലെൻഡ് 1. അതിന് ഞങ്ങൾ പേര് ഇട്ടിരിക്കുന്നത് സൈറ എന്ന് പറഞ്ഞാണ് പേരിട്ടിരിക്കുന്നത്. അതൊരു നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും. അത് ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, ലേഡീസിന് ഉപയോഗിക്കാം. കാരണം നല്ല സ്വീറ്റ്നെസ് ഉള്ള പെർഫ്യൂമാണ്. അപ്പോൾ അതുകൊണ്ട് ലേഡീസിന് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, അവർക്ക് ഇഷ്ടപ്പെടും. ലോഞ്ചിവിറ്റി നല്ലോണം കിട്ടും. അത്യാവശ്യം നല്ലൊരു 5-6 മണിക്കൂറൊക്കെ എന്തായാലും ഔട്ട്സൈഡ്, ഞാൻ ഈ ലോഞ്ചിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഔട്ട്സൈഡാണ് കേട്ടോ, ഇൻസൈഡല്ല. ഈ ഒരു കാലഘട്ടത്തിൽ പുറത്ത് കിട്ടുന്ന ഒരു 5-6 മണിക്കൂറൊക്കെ ലാസ്റ്റിംഗ് നല്ലോണം നമുക്ക് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. അതുപോലെ പ്രൈവറ്റ് ബ്ലെൻഡ് 2, രണ്ടാമതൊരു പെർഫ്യൂം കൂടി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു അറബിക് പെർഫ്യൂമാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ഊതും സാൻഡലും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അമീർ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അമീർ, ഊതിൻ്റെയും സാൻഡലിൻ്റെയും കൂടിയുള്ള ഒരു ജസ്റ്റ് ഒരു കോമ്പിനേഷൻ എടുത്തേക്കുമാണ് അത് ചെയ്തിരിക്കുന്നത്. കുറച്ച് സെദാർ അതുകൊണ്ട്, കുറച്ചൊരു ജാസ്മിനും കൂടി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് അമീർ എന്ന പേരിട്ടാണ്. അതിനും ഈ നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. അത് ആക്ച്വലി മെയിൽ പെർഫ്യൂമാണ് കേട്ടോ, ഫീമെയിൽ പെർഫ്യൂം അല്ല, മെയിൽ പെർഫ്യൂമാണത്. അതിനും ഒരു 5 to 6 hours എന്തായാലും ഔട്ട്സൈഡ് ലാസ്റ്റിംഗ് കിട്ടുന്ന പെർഫ്യൂമാണ്. ഇത് രണ്ടും ഞങ്ങളുടെ പ്രൈവറ്റ് ബ്ലെൻഡാണ്. ഞങ്ങൾ വളരെ അഭിമാനത്തോടെ അതിനെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്കത് വാങ്ങിക്കാം, പരീക്ഷിക്കാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ താങ്ക് യു.